എല്ലാവർക്കും നമസ്കാരം. മാത്സ് തൊപ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കോണിക് പ്ലസ് വണ്ണിൻ്റെ കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്കിന്ന് സെക്കൻഡ് പാർട്ടാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പഠിക്കാൻ പോകുന്ന നമ്മുടെ മൂന്നാമത്തെ കോണിക്കാണ് എലിപ്സ്. നമ്മൾ ഏതൊക്കെ പഠിച്ച് സർക്കിൾ പഠിച്ച് പരാബോള പഠിച്ച് മൂന്നാമത്തെ കോണിക്ക് എലിപ്സ് ആണ്. എലിപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പറയുന്ന സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ, കുറേ പോയിന്റുകളുടെ കൂട്ടമാണ്. ഈ പോയിന്റുകളെല്ലാം ഈ രണ്ട് പോയിന്റിൽ നിന്നും, ഈ രണ്ട് ഫിക്സഡ് പോയിന്റിൽ നിന്നും ഈ രണ്ട് പോയിന്റുകളിലേക്കുള്ള അകലത്തിൻ്റെ സം ഓഫ് ദി എന്താണ് ഡിസ്റ്റൻസസ് ഈസ് എ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ P1 എന്ന് വിളിച്ച്, ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള അകലം ഇപ്പം P1 F1, ഈ ഒരു അകലം ഉണ്ടല്ലോ, P1 F1ഉം ഈ P1 F2ഉം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് അവർ പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ദ സം ഓഫ് ദ ഡിസ്റ്റൻസസ് ഫ്രം ദ ടു ഫിക്സഡ് പോയിന്റ്സ് ഈസ് എ കോൺസ്റ്റൻറ്റ്. വേറൊരു പോയിന്റ് അവിടെ വന്ന് നിൽക്കുകയാണ്, P2 എന്ന് പറയുന്ന വേറൊരാൾ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ആ ഒരു പോയിന്റിൻ്റെ പ്രത്യേകതയും ഈ ഒരകലം തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം സെയിം ആയിരിക്കണം. ഇപ്പം P2 F1ഉം P2ഉം F2ഉം കൂടെ കൂട്ടിയാലും കോൺസ്റ്റൻ്റ് ഒരു സി തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ 10 കിട്ടിയാൽ ഈ അകലം തമ്മിൽ ഇപ്പം F1 F2 എന്ന് പറഞ്ഞ രണ്ട് ഫോക്കസ് ഉണ്ട്, അവരെ ചുറ്റിപ്പറ്റി വേറെ പോയിന്റുകൾ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന പോയിന്റുകൾ ചുമ്മാ നിന്നാൽ പോരാ. ഇപ്പോൾ ഒരു P1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ വന്ന് നിന്ന്, അപ്പം ഈ P1ഉം F1 ആയിട്ടുള്ള അകലവും P1ഉം F2 ആയിട്ടുള്ള അകലവും കൂടെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു 10 ആണെങ്കിൽ 10 ആണ് ഉത്തരമെങ്കിൽ, ഈ ഒരു അകലവും ഈ P2ഉം F2ഉം കൂട്ടിയാലും കിട്ടുന്ന അകലം 10 ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് നമ്പറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതേ സെയിം അകലത്തിൽ കുറേ പോയിന്റുകൾ വന്നു നിന്നാൽ അങ്ങനത്തെ പോയിന്റുകൾ ട്രേസ് ചെയ്ത് വരയ്ക്കുന്ന ഫിഗറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എലിപ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ എലിപ്സിൻ്റെ അകത്ത് പറയാനുള്ള മെയിൻ കാര്യങ്ങൾ രണ്ട് ഫോക്കസ് ഉണ്ട്. ഇനി ഈ എലിപ്സിൻ്റെ ഇത് സെൻറ്ററാണ്, എലിപ്സിൻ്റെ സെൻറ്ററാണ്. ഈ പോയിന്റുകൾ വിളിക്കുന്നത് വെർട്ടെക്സ്. ഇത് V1, ഇത് V2. വെർട്ടെക്സ് രണ്ടെണ്ണം പറയുമ്പോൾ വെർട്ടീസസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒരെണ്ണം പറഞ്ഞാൽ നമ്മൾ ഫോക്കൈ എന്ന് പറയും, രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ആകുമ്പോഴാണ് ഫോക്കസ് ആകുന്നത്. ഓക്കെ, അപ്പം F1ഉം F2ഉം ഫോക്കൈ ആണ്. ഇനി ഇതിൻ്റെ പോയിൻ്റായിട്ട് നമ്മൾ എടുക്കുന്നത് ഇത് C എന്നാണ് വിളിക്കുന്നത്. C അകലം C ആണ്, C,0. അപ്പോൾ ഇവിടെ ഏതാ -C,0. വെർട്ടെക്സിനെ കൊടുക്കുന്ന ലെറ്റർ A ആണ്, A,0. ഇവിടുത്തെ പോയിന്റ് -A,0. ഓക്കെ, ഇനി ഈ ഒരു ആക്സിസ് എക്സ് ആക്സ്, ഈ ഒരു ഫിഗറിൻ്റെ ഏറ്റവും വലുത് ഏതാ? എക്സ് ആക്സ് അല്ലേ? അതുകൊണ്ട് എക്സ് ആക്സ് ആണ് ഇവിടുത്തെ മേജർ ആക്സിസ്. എക്സ് ആക്സ് ആണ്. ഇതേ അടുത്തത് ഈ ആക്സിനെ വിളിക്കുന്നതാണ് മൈനർ ആക്സിസ്. ഓക്കെ, മൈനർ ആക്സിസ്. അപ്പോൾ മേജർ ആക്സിസ് ഉണ്ട്, എക്സ് ആക്സ് ആണ് മേജർ, വൈ ആക്സിസ് എന്താണ്? മൈനറാണ്. ഓക്കെ, ഇനി ഈ പരാബോള തന്നെ എലിപ്സ് തന്നെ തിരിഞ്ഞു വരാം. ഇങ്ങനെ വരുന്നത് ഇവിടെ വൈ ആയിരിക്കും മേജർ, ഇയാളാണ് മേജർ ആക്സിസ്. അവിടെ എക്സ് ചെറുതായതുകൊണ്ട് എക്സ് എന്തായിരിക്കും? മൈനർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒന്ന് പഠിച്ചോളാം. അപ്പം എക്സ് ആക്സ് മേജർ, ഇതിൽ വൈ ആക്സ് മൈനർ. അതാണ് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ്, ഇത് സെക്കൻഡ് ടൈപ്പ്. ഓക്കെ, ഇനി ഇവിടെ നോക്കണ്ട, ഇവിടെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ലാറ്റസ് റെക്റ്റമാണിത്. നേരത്തെ നമ്മൾ പരാബോളയിൽ പറഞ്ഞ പോലെ ഒരു പോയിന്റിൽ കൂടെ കടന്നുപോയി ഫോക്കസിൽ കൂടെ കയറി അടുത്ത എൻഡിൽ വന്ന് മുട്ടുന്ന ആ ഒരു ലെങ്തിനാണ് നമ്മൾ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. ലാറ്റസ് റെക്റ്റം ഇതിൻ്റെ ലെങ്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഫോക്കയെക്കുറിച്ച് നമ്മൾ ബോക്സ് വരച്ച് രണ്ട് ടൈപ്പ് എലിപ്സിൻ്റെയും നമ്മൾ ബോക്സ് വരച്ച് പറയും. നമ്മൾ പരാബോള പഠിച്ച പോലെ ബോക്സ് വരച്ച് പഠിക്കും. അപ്പോൾ രണ്ട് ടൈപ്പും അതിൻ്റെ ഫോക്കസും വെർട്ടീസസും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റവും പിന്നെന്താണ് മേജറും മൈനറും എല്ലാം നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് പറയുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. പിന്നെ ഇനി പറയാനുള്ള ഒരാളോടുണ്ട്, അതോടെ പറഞ്ഞാൽ ഓക്കെയാണ്. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു C/A എന്ന് വെച്ചാൽ ഈ ഒരു അകലം കണ്ട ഫോക്കസ് വരെയുള്ള സെൻറ്റർ 0,0 ആണ്, അതിൽ നിന്നും ഫോക്കസ് വരെയുള്ള അകലമാണ് C. സെൻറ്ററിൽ നിന്നും വെർട്ടെക്സ് വരെയുള്ള അകലമാണ് A. അപ്പം സെൻറ്ററിൽ നിന്നും ഫോക്കസ് വരെയുള്ള അകലം C, സെൻറ്ററിൽ നിന്നും ഇവിടം വരെയുള്ള വെർട്ടെക്സ് വരെയുള്ള അകലം A. ഈ
ഒരു റേഷ്യോ, ഈ ലെങ്തുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് നമ്മൾ എക്സെൻട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. ഈ ഒരു സെൻറ്റർ മുതൽ വൺ ഓഫ് ദി ഫോക്കസ് വരെയുള്ള അകലവും സെൻറ്റർ മുതൽ വൺ ഓഫ് ദി വെർട്ടെക്സ് വരെയുള്ള അകലവും തമ്മിലുള്ള റേഷ്യോ C/A. ഇവിടെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് മെയിനായിട്ട് നമ്മുടെ ഇക്വേഷനാണ്. ഇക്വേഷൻ നമ്മൾ പറയുന്നത് ഇവിടെ എക്സ് ആക്സ് അല്ലേ, ഇവിടെ മേജർ ആക്സ്, എക്സ് ആക്സ് മേജർ ആക്സ് ആകുമ്പോൾ ഈ ലെങ്തിന് നമ്മൾ A എന്നല്ലേ പറയുന്നത്. ഇവിടെ വരെയുള്ള ലെങ്ത് -A. ഓക്കെ, എക്സ് ആക്സ് മേജർ ആക്സ് ആയിട്ടുള്ള അതിൻ്റെ ഇക്വേഷനാണ് x²/a² പ്ലസ് y²/b² = 1. ഓക്കെ, x²/a² പ്ലസ് y²/b² = 1. പിന്നെ എലിപ്സിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം a² ഗ്രേറ്റർ ദാൻ b² ആയിരിക്കും. a² എന്ന് പറയുന്നത് b² കാട്ടി എപ്പോഴും വലുതായിരിക്കും, അത് എലിപ്സിൻ്റെ കേസിൽ. ഓക്കെ, അടുത്ത ഇക്വേഷനാണ് x²/b² പ്ലസ് y²/a² = 1. ഇവിടെയും a² ആണ് വലുത്, a² ഗ്രേറ്റർ ദാൻ b². വരുന്ന കൂട്ടത്തിൽ ഇവിടെ ഇപ്പം എക്സിൻ്റെ താഴെ വലിയ നമ്പർ വന്നാൽ അത് ഫസ്റ്റ് ടൈപ്പ്, ഇനി വൈയുടെ താഴെയാണ് വലുത് വരുന്നതെങ്കിൽ വലിയ നമ്പർ വരുന്നെങ്കിൽ അത് സെക്കൻഡ് ടൈപ്പ്. അങ്ങനെ നമുക്ക് ഏത് എലിപ്സ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആക്സിസ് ഇതെവിടാ, മേജർ ആക്സിസ് എവിടാ, മേജർ എവിടെയാണ്, ഏറ്റവും എന്താണ് ഈ ഒരു വര കൂടുതൽ വന്നേക്കുന്നത് എവിടെയാണ്, എക്സിലാണ്, അതുകൊണ്ട് എക്സ് ആണ് മേജർ, ഇവിടെ വൈ ആണ് മേജർ. ഇവിടെ ഇനി ഫോക്കയുടെ പോയിന്റ് സിയും പ്ലസ് സിയും മൈനസ് സിയും ഇല്ലേ, എക്സിലല്ലേ രണ്ട് പോയിന്റും കൊടുത്തേക്കുന്ന, വൈയിലല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എഴുതുന്നതാണ് +or-c, അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇത് വൈയിലല്ലേ, അപ്പോൾ എങ്ങനെ വരും 0, +or-c. അടുത്തത് വെർട്ടീസസ് എന്താണ്, എയും -aയും, അത് എക്സിലായതുകൊണ്ട് +or-a0. ഇവിടെ ഏതാ വൈയിലായതുകൊണ്ട് 0, +or-a. അടുത്ത എക്സെൻട്രിസിറ്റി റേഷ്യോ ആണ് നമ്മൾ പഠിച്ചായിരുന്നു C/A. അത് എപ്പോഴും സെയിം ആണ്, C/A തന്നെ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഒന്ന് മാറ്റി പഠിക്കണം. നമ്മൾ എന്താണ് പരാബോളയിൽ പഠിച്ച പോലെ അല്ല, 2b²/a, ഇവിടെയും 2b²/a. ഓക്കെ, ഇനി ഒരു റിലേഷൻ റിലേഷൻ ബിറ്റ്വീൻ A, B ആൻഡ് C. A എന്ന് പറഞ്ഞാൽ ആറുടെ പകുതി, മേജർ ആക്സിൻ്റെ പകുതി, B എന്ന് പറഞ്ഞാൽ മൈനറിൻ്റെ പകുതി, C എന്ന് പറഞ്ഞാൽ എന്താണ് സെൻട്രലിൽ നിന്നും ഒരു ഫോക്കസിലോട്ടുള്ള ഒരു അകലം, വൺ ഓഫ് ദി ഫോക്കസിലോട്ടുള്ള അകലം. ഇത് തമ്മിലുള്ള ബന്ധമാണ് A² = B² + C². A² = B² + C². ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പഠിച്ചിരിക്കേണ്ടത്, എലിപ്സിൻ്റെ അകത്ത് പഠിച്ചിരിക്കേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എഴുതിയെടുക്കുക ചെയ്യുക. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി ഫോക്കൈ, the vertices, the length of the major axis, the minor axis, the eccentricity and the length of the latus rectum of the ellipse. ഒരു എലിപ്സിൻ്റെ അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബോക്സിൽ എഴുതി എല്ലാം കാണണം. ഓക്കെ, മേജർ ആക്സിൻ്റെ ലെങ്ത് അറിയാമല്ലോ, മേജർ 2a, മൈനർ 2b. ഓക്കെ, അത് ഓർത്ത് വെച്ചോണേ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, x² / 36 പ്ലസ് y² / 16 = 1. ഇത് നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മൾ പഠിച്ച ഫോമിലോട്ട് മാറ്റാൻ പോകണം. x² / 36 എന്നതിൻ്റെ സ്ക്വയറാണ്, x² / 6² പ്ലസ് y² / 4² = 1. നമ്മൾ പഠിച്ച ഫോം ഏതാ, എക്സിൻ്റെ താഴെ വലിയ നമ്പർ വന്നാൽ ഫസ്റ്റ് ഫോം അല്ലേ, x² / a² പ്ലസ് y² / b² = 1. ഇവിടുത്തെ a² 6², അപ്പോൾ a എത്രയാണ്, എയുടെ വാല്യൂ 6 അല്ലേ, ബിയുടെ വാല്യൂ എത്രയാണ് 4 അല്ലേ. എയും ബിയും കിട്ടിയാൽ സിയും കൂടെ കിട്ടിയാലാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാം എഴുതാൻ പറ്റുന്നത്. സി എങ്ങനെ കിട്ടും, നമ്മുടെ റിലേഷൻ ഏതാ, a² = b² + c². അപ്പോൾ എങ്ങനെ മാറും, c² = a² - b² എന്ന് വരും. അപ്പോൾ c² = a² ആരാ, അതെ a² 36 ആണ്, 36 - b² ആരാ, 16. അപ്പം 36 ന് 16 പോയാൽ എത്ര വരും, 20 എന്ന് വരും. അപ്പോൾ c² 20, c എത്ര √20. വേണേൽ ഫാക്ടറൈസ് ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, 5 × 4 അല്ലേ 20, അപ്പം 2√5 എന്നൊക്കെ എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, √20 എന്നിട്ടാൽ മതി. ഫോക്കയുടെ കോർഡിനേറ്റ് എന്തുവാടാ, ഫോക്കൈ എത്ര +or-c, 0 എന്നല്ലേ, ഫസ്റ്റ് ടൈപ്പിൻ്റെ +or-c, 0. അപ്പം +or-√20, 0. അടുത്തത് ആരാടെ വെച്ചത്, ലെങ്ത് ഓഫ് വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ് +or-a0 എന്നാണ്. +or-a0 എന്ന് പറയുമ്പം +or-a ആരാടാ, a നോക്കുക, a 6 ആണ്, +or-6, 0. ഇനി ലെങ്ത് ഓഫ് മേജർ
ലെങ്ത് ഓഫ് മേജർ ആക്സിൻ്റെ ലെങ്ത് 2a ആണ്. 2 ഇൻറ്റു എ എത്ര 6, ഇപ്പോൾ 12 ആൻസർ. അടുത്ത ലെങ്ത് ഓഫ് മൈനറിൻ്റെ എന്താണ്? മൈനറിൻ്റെ എന്തുവാ? മൈനർ 2b ആണ്, ഈക്വൽ ടു 2 ഇൻറ്റു ബി എത്ര? ശ്രദ്ധിച്ചേ, ബിയുടെ വാല്യൂ 4, അപ്പോൾ ഉത്തരം 8. അപ്പോൾ ഏതൊക്കെ? ഫോക്കയായി, വെർട്ടീസായി, മേജറായി, മൈനറായി. ഇനി എക്സെൻട്രിസിറ്റിയുടെ എന്താ ഇക്വേഷൻ? എക്സെൻട്രിസിറ്റി ഒരു റേഷ്യോ അല്ലേ, ഇ ഈക്വൽ ടു സി ബൈ എ. അപ്പോൾ എന്ത് വരൂടാ? സി എത്ര? √20 ബൈ എ എത്രടാ? 20/6. ഓക്കെ. ലാസ്റ്റ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, LLR, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം നിങ്ങൾ കംപ്ലീറ്റ് ആക്കി അങ്ങ് എഴുതുക. 2b² ബൈ എ. 2b² ബൈ എ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു b² നോക്കുക. b²ൻ്റെ സ്ഥാനത്ത് 4² 16 ആണ്. 2 ഇൻറ്റു 16 ബൈ എ എത്രടാ? എ 6 അല്ലേ? 6. 2ഉം 6ഓടെ 2 ഇൻറ്റു 1 2 ഇൻറ്റു 3 എത്ര? 16/3 ആണ് ആൻസർ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം എങ്ങനെ 36നെ 6² എന്നാക്കി, 16നെ 4² എന്നാക്കി. ഏത് ഫോമില? x² ബൈ a² പ്ലസ് y² ബൈ b² ഈക്വൽ ടു 1. ആ ഫോമിലാണ്. അവിടെ നിന്ന് എയും ബിയും കണ്ടുപിടിച്ച് ഈ ബാക്കിയുള്ള എല്ലാം എഴുതി. ഓക്കെ. അടുത്ത നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ, അടുത്ത നമ്മുടെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് 4x² പ്ലസ് 9y² ഈക്വൽ ടു 36. അപ്പോൾ ഇത് ഒന്ന് എഴുതിയെടുക്കുക, ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചെയ്യേണ്ടതെന്ന് ചെറിയൊരു മാറ്റമുണ്ട്, പറഞ്ഞുതരാം. തന്നെ ചെയ്ത് നോക്കണം. ആദ്യത്തെ 2 സ്റ്റെപ്പ് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കത്തും. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പ് പറഞ്ഞുതരാം. അതിൻ്റെ ശ്രദ്ധിച്ച് നോക്കുക. ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് നോക്കിയാൽ 4x², രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4x² പ്ലസ് 9y² ഈക്വൽ ടു 36 എന്നാ. ഓക്കെ. ഇതിപ്പം 3 ഇതായിട്ട് നമ്മൾ ചെയ്തില്ലേ, അതുപോലെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെയും എല്ലാം കണ്ടുപിടിക്കണം. ഇവിടെ റൈറ്റ് സൈഡിൽ 1 വന്നേക്കുന്നില്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്? 2 ഇക്വേഷനാണ്. ഒന്ന് x² ബൈ a² പ്ലസ് y² ബൈ b² ഈക്വൽ ടു 1, പിന്നെ x² ബൈ b² പ്ലസ് y² ബൈ a² ഈക്വൽ ടു 1. ആ 2 ടൈപ്പ്. അപ്പം രണ്ടിലും റൈറ്റ് സൈഡിൽ 1 ആണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട വേറെ ഒന്നും ഇവിടെ കിടക്കുന്ന ഒന്നും ആലോചിക്കണം. റൈറ്റ് സൈഡ് 1 ആക്കുക. 36 എങ്ങനെ 1 ആക്കും? 36നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് 1 ആവും. അപ്പം ഒരു റൈറ്റ് സൈഡിൽ മാത്രമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, മൊത്തത്തിൽ നമ്മൾ കൊടുക്കും. അപ്പോൾ എങ്ങനെ വരുവാടാ? 4x² ബൈ 36 പ്ലസ് 9y² ബൈ 36 പ്ലസ് ഈക്വൽ 36 ബൈ 36. പെട്ടെന്ന് എന്ത് വരും? 4 ഇൻറ്റു 1 4 ഇൻറ്റു 9, അപ്പോൾ x² ബൈ 9 പ്ലസ് 9 ഇൻറ്റു 1 9 ഇൻറ്റു 4 y² ബൈ 4 ഈക്വൽ ടു 36ഉം 36ഉം കട്ടായാൽ 1. ഇതിങ്ങനായി. ഇതിപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയില്ലേ? ഈ ഒന്നാമത്തെ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയില്ലേ? ഇതിനെ എങ്ങനെ മാറ്റാം? x² ബൈ 3² പ്ലസ് y² ബൈ 2² ഈക്വൽ ടു 1. ഓക്കെ. ഇതേത് ഫോമുല? x²ൻ്റെ താഴെ പോസിറ്റീവ്, എക്സിൻ്റെ താഴെ വലിയ നമ്പർ വന്നാൽ ഫസ്റ്റ് ടൈപ്പ്. x² ബൈ a² പ്ലസ് y² ബൈ b² ഈക്വൽ ടു 1. അവിടുന്ന് എയുടെ സ്ഥാനത്ത് 3, ബിയുടെ സ്ഥാനത്ത് 2. ഈ കണക്ക് ചെയ്ത പോലെ ഇത് ചെയ്ത പോലെ തന്നെ ബാക്കി ഇനി ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇത്രയും ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലോട്ട് മാറ്റിയെടുത്താൽ, ഈ രീതിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമുക്കൊരു വേറെ ടൈപ്പ് ഒരു 3, 4, 2 ചോദ്യം കൂടെ ചെയ്യാം. അത് സെക്കൻഡ് ടൈപ്പ് വരുന്നതാണ്. അത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. x² താഴെ വലിയ നമ്പർ വന്നാൽ സെക്കൻഡ് ടൈപ്പ്. അതുകൂടെ ഒന്ന് ചെയ്തേക്കാം. മൂന്നാമത്തത് ചെയ്തു തരാം. നാലാമത്തത് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം. നാലാമത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. 144 കൊണ്ട് മൊത്തത്തിൽ ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതില്ലേ, അതേ ടൈപ്പ്. റൈറ്റ് സൈഡിൽ എന്ത് വരണം? 1 വരണം. അപ്പോൾ എല്ലാത്തിനെയും 144 ഉണ്ട്. 36 ബൈ 144 എന്താണ് 4y² ബൈ 144 ഈക്വൽ ടു 144 ബൈ 144. ആ 36 വന്നപ്പോൾ ചെയ്ത പോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഈ തേർഡ് പാർട്ട് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. മൂന്നാമത്തത് x² ബൈ 25 പ്ലസ് y² ബൈ 100 ഈക്വൽ ടു 1. ഇതേ ടൈപ്പാണ്. x² ബൈ 5² പ്ലസ് y² ബൈ 100 എത്ര? 10² ഈക്വൽ ടു 1. x² ബൈ a² പ്ലസ് y², തിരിച്ചാണ് x² ബൈ b² പ്ലസ് y² ബൈ a² ഈക്വൽ ടു 1. സെക്കൻഡ് ടൈപ്പ്. ഇവിടുന്ന് b² 5² ആണെങ്കിൽ b എത്രടാ? 5 അല്ലേ? അടുത്ത a² 10² ആണെങ്കിൽ a എത്ര? 10 അല്ലേ? അപ്പോൾ എയും ബിയും ആയി. ഇക്വേഷൻ എങ്ങനെ?
എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അവിടെ നിന്ന് എഴുതാം സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ 10ൻ്റെ സ്ക്വയർ എത്ര 100 മൈനസ് ബി സ്ക്വയർ 5ൻ്റെ സ്ക്വയർ 25. 75 സിയുടെ വില √75. ഞാൻ പറഞ്ഞ ഫാക്ടറൈസ് ചെയ്യാം വേണമെങ്കിൽ, അല്ലെ അങ്ങനെ ഇട്ടിരുന്നാലും മതി. ഓക്കെ, ഫാക്ടറൈസ് ചെയ്താൽ ഇപ്പം ഏതാ 75 എന്ന് പറഞ്ഞാൽ 25 × 3 എന്ന് എഴുതാം. 25 × 3 ആകുമ്പോൾ 5√3 എന്നൊക്കെ എഴുതി ഫാക്ടറൈസ് ചെയ്യാം. 5√3 ആയിട്ട് ഉത്തരം എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഉത്തരം പറഞ്ഞുതരാൻ നിങ്ങൾക്ക് അത് വെച്ചും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ പറഞ്ഞു പോകുന്നത്. ഇനി 4Kയുടെ ഫോർമാറ്റ് എങ്ങനെയാണ്? 0, ± c എന്നല്ലേ. 0, ± √75. അടുത്ത വെർട്ടെക്സ് V 0, ± a എന്ന്. അപ്പം 0, ± a എത്രടാ? എയുടെ വാല്യൂ എത്ര വരും? 10 ആണ്. അടുത്ത എന്താണ്? മേജർ ആക്സിൻ്റെ ലെങ്ത്, മൈനർ ആക്സിൻ്റെ ലെങ്ത്. മേജർ ആക്സ് 2a 2 × a 2 × 10 20. മൈനർ ആക്സ് 2b 2 × 5 10. അടുത്തത് പിന്നെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, എക്സെൻട്രിസിറ്റി. ഇതൊക്കെ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, സിമ്പിളാണ്, നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക, പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇതാണ് ഒന്ന് വ്യത്യസ്തമായിട്ട് വരുന്ന, ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മേജർ ആക്സിൻ്റെ ലെങ്ത് 2 ടൈപ്പിലും 2a എന്നാണ്. മൈനർ ആക്സിൻ്റെ ലെങ്ത് 2 ടൈപ്പിലും 2b ആണ്. എക്സെൻട്രിസിറ്റി 2 ടൈപ്പിലും c/a ആണ്. പിന്നെ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് 2b²a ആണ്. അതിലൊന്നും മാറ്റമില്ലാത്തതാണ്. അതൊക്കെ മറ്റേത് ചെയ്ത പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി, വാല്യൂ മാറ്റിയിട്ട് കൊടുത്ത്. ഇത് ഇച്ചിരി വ്യത്യസ്തമായതുകൊണ്ട് ഈ 2 സംഭവങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫോക്കസും വെർട്ടെക്സും എഴുതുമ്പോൾ, ഫോക്കയും വെർട്ടെക്സും എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതാണ് സാർ അതൊന്ന് എഴുതിപ്പിച്ചത്. ഓക്കെ, പിന്നെ ഇതുകൂടെ ചെയ്ത് നോക്കുക. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ദാറ്റ് സാറ്റിസ്ഫൈസ് ദ ഗിവൺ കണ്ടീഷൻസ്. എടാ, അതാണ് നമ്മൾ പാരാബോളയിൽ ഇതേപോലത്തെ ചെയ്തതാണ്. ഞാൻ അവിടെയും പറഞ്ഞു ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് എല്ലാ ടൈപ്പിലും ഉണ്ടെന്ന്. എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ടൈപ്പ്, എല്ലാ സെക്ഷൻ്റെ ആദ്യത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇക്വേഷൻ തരും, അതിൽ നിന്ന് നമ്മൾ ഫോക്കസും വെർട്ടീസും ഒക്കെ എഴുതണം, ഫോക്കയും വെർട്ടീസും ഒക്കെ. പിന്നെ വേറൊരു ടൈപ്പ് ഫോക്കസും വെർട്ടീസും തരും, തിരിച്ച് ഇക്വേഷനിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വെർട്ടീസസ് ±5, വെർട്ടീസസിൻ്റെ ജനറൽ ഫോം ഏതാണ്? ± a0 എന്നല്ലേ. അപ്പോൾ എയുടെ സ്ഥാനത്ത് എത്ര? എയുടെ സ്ഥാനത്ത് 5. ഓക്കെ, അടുത്തത് ഫോക്കൈ ±40. ഫോക്കയുടെ കോർഡിനേറ്റ് c0 എന്നല്ലേ. അപ്പോൾ സിയുടെ സ്ഥാനത്ത് 4. എയും കിട്ടി, സിയും കിട്ടി. എടാ, ഇത് എവിടെ നിൽക്കുന്നതാണ്? എക്സിലാണ് നിൽക്കുന്നത്. എക്സിലാണ് ഈ പോയിന്റുകൾ പറയുന്നത്. എക്സിൽ പോയിന്റ് വരുന്ന ഏതാ? ഫോക്കസും വെർട്ടെക്സും ഒക്കെ എക്സിൽ വരുവാണെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് അല്ലേ. ഫസ്റ്റ് ടൈപ്പിൻ്റെ ഇക്വേഷൻ ഏതാ? x² / a² + y² / b² = 1. അപ്പം a² ഉണ്ട്, a ഉണ്ട്. a എത്രയാണ്? a 5 ആയതുകൊണ്ട് a² 25. c ഉണ്ട്, നമുക്ക് b വേണം. കാരണം x² / a² + y² / b² എന്ന എയും ബിയും സിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. a² = b² + c². അവിടെ നിന്ന് ആരെ കാണണം നമ്മൾ? അവിടെ നിന്ന് നമ്മൾ b² കാണണം. b² = c² ഇപ്പുറത്ത് വന്നാൽ a² - c². a² എത്ര? 25 മൈനസ് c എത്ര? c² എത്ര വരും? c 4 ആയതുകൊണ്ട് c² 16. കുറയ്ക്കുമ്പോൾ b² 9 എന്ന് വരും. b² മതി, b വേണമെന്നില്ല. കാരണം ഇക്വേഷനാണ്. ഇക്വേഷൻ ഓഫ് എലിപ്സ് ഏതാ? x² / a² ഫസ്റ്റ് ടൈപ്പാണ്, +y² / b² = 1. x² / a². a എത്ര? a 5 ആയതുകൊണ്ട് a² 25 + y² / b². b² 9 ആണ്. 9 = 1. x² / 25 + y² / 9 = 1. ഇതിൽ നിന്ന് തിരിച്ചിതും കണ്ടുപിടിച്ച് നോക്കാം. ഈ ഒരു ഇക്വേഷനിൻ്റെ അകത്തുനിന്ന് ഫോക്കയും വെർട്ടീസസും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റവും എക്സെൻട്രിസിറ്റിയും ഒക്കെ കണ്ടുപിടിച്ച് വേണം അങ്ങനെയും ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, ഇതും ഇക്വേഷൻ കാണാനാണ്. 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ ഇക്വേഷൻ എഴുതണം. അപ്പോൾ ഇത് ഏത് ടൈപ്പാണ് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാവും. ഫോക്കൈ എന്താണ്? ±50. 50 എന്ന് പറഞ്ഞാൽ ±5. ആദ്യം എക്സിലാണ് പോയിന്റ്. എക്സിൽ പോയിന്റ് വന്നാൽ ഫസ്റ്റ് ടൈപ്പ് x² / a² + y² / b² = 1. ടൈപ്പ് മനസ്സിലായാൽ എയും ബിയും കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇവിടുന്ന് എയും ബിയും കിട്ടുന്നുണ്ടോ? ഇവിടെ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ 2a ആണ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 26 എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 26. അതിൻ്റെ അർത്ഥം ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ 2a ആണ്. അപ്പോൾ മേജർ ആക്സിസ് 26 ആണെന്ന് പറഞ്ഞാൽ 2a 26 ആണെന്ന് അർത്ഥം. 2a 26 ആണെങ്കിൽ ഒരു a എത്രയാണ്? a =
26/2 26ൻ്റെ പകുതി 13 13 A 13 എന്ന് കിട്ടി. A 13. അപ്പോൾ A സ്ക്വയർ എത്ര വരും? 169 എന്ന് വരും. അപ്പോൾ A ആയി. ഇനി +or-C0 എന്നല്ലടാ ഫോർമാറ്റ്, +or-C0. ഫോക്കയുടെ ഫോർമാറ്റ് +or-C0 എന്നാണ്. അപ്പോൾ സിയുടെ സ്ഥാനത്ത് എത്ര? 5. A കിട്ടി, സിയും കിട്ടി. സി ആയി, A ആയി. ഓക്കെ. അപ്പോൾ ഇനി ബി അല്ലേ കാണണ്ട? A² = B² + C². അവിടെ നിന്ന് എന്തെഴുതാം? B² = A² - C². A എത്ര? A 13 ആണ്, 13ൻ്റെ സ്ക്വയർ 169 - സി എത്ര? 5 ആണ്, 5ൻ്റെ സ്ക്വയർ 25. 169 25 പോയാൽ 144. B² 144. അപ്പോൾ ബി എത്ര കിട്ടും? 12 കിട്ടും. അതിൻ്റെ ആവശ്യമില്ല, എഴുതണമെന്നില്ല. ഇക്വേഷൻ ഓഫ് എലിപ്സ് ഫസ്റ്റ് ടൈപ്പ് അല്ലേ? അപ്പോൾ x² / A² + y² / B² = 1. അപ്പോൾ x² / A². A ആരാടാ? 13 ആണ്, 13ൻ്റെ സ്ക്വയർ 169 + y² / B² 144 = 1. ഇതാണ് ഇക്വേഷൻ. ചോദ്യം ഈ ഒരു എലിപ്സ് എന്ന് പറഞ്ഞ സെക്ഷനിലെ ലാസ്റ്റ് ചോദ്യമാണ്, ശ്രദ്ധിച്ചൊന്നും ചെയ്യണം. ഓക്കെ. എടാ ഇവിടെ ഇക്വേഷൻ കാണാനാണ്, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എന്ന ഇക്വേഷൻ കാണാനാണ് വെച്ചാൽ കണ്ടീഷൻ സെൻറ്റർ 0 0. ആ ഒരു കണ്ടീഷൻ ഉള്ളത് ഇല്ലാത്തതൊക്കെ ഒരുപോലെയാണ്. കാരണം സെൻറ്റർ 0 0 ആണെന്ന് അറിയാം. ഫസ്റ്റ് ടൈപ്പിലും സെക്കൻഡ് ടൈപ്പിലും സെൻറ്റർ 0 0 ആണ്. ടെക്സ്റ്റിലുള്ള കറക്റ്റ് അതായതുകൊണ്ട് അങ്ങനെ എഴുതിയേക്കുന്നതേ ഉള്ളൂ. ടെക്സ്റ്റിൽ വന്നേക്കുന്നതാണ് സെൻറ്റർ 0 0. മേജർ ആക്സ് ഓൺ ദ y ആക്സിസ്. ഇതൊരു മെയിൻ പോയിന്റ് ആണ്. മേജർ ആക്സ് വൈയിലാണ്. മേജർ ആക്സ് വൈയിലാണെങ്കിൽ മേജർ ആക്സ് എക്സ് ആവുമ്പം ഫസ്റ്റ് ടൈപ്പ്, മേജർ ആക്സ് വൈ ആണെങ്കിൽ സെക്കൻഡ് ടൈപ്പാണ്. ഓക്കെ. പാസസ് ത്രൂ ദ പോയിന്റ്സ് 3,2 and 1,6. നമ്മുടെ എലിപ്സിൻ്റെ ഇക്വേഷൻ കാണണം. എലിപ്സിൻ്റെ പ്രത്യേകതയാണ് മേജർ ആക്സ് വൈയിലാണ്. മേജർ ആക്സ് വൈയിലാവുമ്പോൾ ഇക്വേഷൻ ഏതാടാ? ഇക്വേഷൻ ഓഫ് എലിപ്സ് ഏതാ? മേജർ വൈയിലാവുമ്പോൾ x² / B² + y² / A² = 1 എന്ന ഇക്വേഷൻ. ഇനി ഈ രണ്ട് പോയിന്റ് എവിടുത്തെ പോയിന്റാണ്? ആ ഒരു എലിപ്സിലെ പോയിന്റാണ്. നമ്മൾ ആ എലിപ്സ് വരയ്ക്കുമ്പം ആ എലിപ്സിൽ വരുന്ന പോയിന്റുകളാണ് 3, 2, 1, 6. സിൻസ് 3, 2 ഈസ് എ പോയിന്റ് ഓൺ ദ എലിപ്സ്. 3, 2 ഈസ് എ പോയിന്റ് ഓൺ ദ എലിപ്സ്. നമ്മുടെ എലിപ്സിലെ പോയിന്റാണ് 3, 2. എലിപ്സിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് എലിപ്സിലെ പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റുകൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റുകളായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റുകളെടുത്ത് ഈ ഇക്വേഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ധൈര്യമായിട്ട്. എക്സിനും വൈക്കും പകരം ഈ രണ്ട് പോയിന്റ് ഇട്ട് കൊടുക്കാം. പോയിന്റുകളല്ലേ, അപ്പോൾ XY കോർഡിനേറ്റ്സ് അല്ലേ, അപ്പോൾ എക്സിനും വൈക്കും പകരം ഇട്ട് കൊടുത്തൂടെ. അപ്പം ആദ്യം എക്സിന് കൊടുക്കുന്നത് ഇവിടെ കൊടുക്കുന്നത് 3. അപ്പോൾ x² എന്ന് പറഞ്ഞാൽ 3². 3² എത്രയാണ്? 9/B² + y² / A². y ആരാ? 2 അല്ലേ, 2ൻ്റെ സ്ക്വയർ 4 എത്ര? A² = എത്ര വരും? 1 എന്ന് വരും. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. അടുത്ത ഏതാടാ? ഏതിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. സിൻസ് 1,6 ഈസ് എ പോയിന്റ് ഓൺ ദ എലിപ്സ്. 1,6 നമ്മുടെ എലിപ്സിലെ പോയിന്റാണ്. 1,6. അപ്പോൾ എങ്ങനെ വരും ഇവിടെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? 1ഉം 6 ഇട്ട് കൊടുക്കാം. 1 ഇട്ട് കൊടുത്താൽ 1/1² അല്ലേ, അപ്പോൾ 1/B² + y² / A². y എത്ര? 6. 6ൻ്റെ സ്ക്വയർ y². 36/A² = 1. ഇത് ഇക്വേഷൻ നമ്പർ 2. എടാ ഇവിടെ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ പേഴ്സ് ഓഫ് ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. 1ൽ നിന്ന് 2 കുറയ്ക്കുകയോ 2ൽ നിന്ന് 1 കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ കുറയ്ക്കുമ്പം ഒരാൾ എലിമിനേറ്റ് ആയി പോകണം. ഒരാൾ പോയാലേ പരിപാടി നടക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ 9/B² നിന്ന് 1/B² കുറച്ചാൽ 9/B² നിന്ന് 1/B² കുറച്ചാൽ 8/B² എന്ന് വരും. അതുപോലെ ഈ 36/A² നിന്നും 4/A² കുറച്ചാലും 32 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഒന്നും എലിമിനേറ്റ് ആയി പോകത്തില്ല. അപ്പോൾ ഇവിടെ 9/B², ഇവിടെ 9 വന്ന്, ഇവിടെയും ഇക്വേഷൻ നമ്പർ 2ൽ 9 വന്നായിരുന്നെങ്കിൽ സിമ്പിളായിരുന്നു. അപ്പം നമുക്ക് 9 വരുത്താം. ഇക്വേഷൻ 2ന് ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് ആയ 9 കൊണ്ട് മൊത്തത്തിൽ ചെയ്താൽ മതി. ഒരിടത്ത് മാത്രം ചെയ്യാൻ പറ്റത്തില്ല, മൊത്തത്തിൽ ചെയ്യും. ഇക്വേഷൻ 2 × 9. 9 കൊണ്ട് മൊത്തം ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ 9 ആവും. 9/B² + 36 × 9 36 × 9 ചെയ്യുമ്പോൾ 324 എന്ന് വരും. 324/A² = എല്ലായിടത്തും ചെയ്യണം. അപ്പോൾ ഇവിടെയും വരും. അപ്പോൾ 9 പിന്നെ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കാം. ഓക്കെ. അവിടെ മാത്രം ചേഞ്ച് വരുത്തിയാൽ മതി. 1 മാറ്റി മൊത്തത്തിൽ 9 കൊണ്ട് ഇൻറ്റു ചെയ്ത്. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ മാറി. ഇനി 3ഉം
1ലേക്ക് നോക്കുക. ഇപ്പോൾ ഈ 2നെയാണ് നമ്മൾ മോഡിഫൈ ചെയ്ത് 3 ആക്കിയത്. ഇപ്പോൾ 3ലോട്ടും 1ലോട്ടും നോക്കിയാൽ രണ്ടിടത്ത് 9/b² എന്ന്, ബാക്കിയുള്ളത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരാളെ കിട്ടാൻ ആരെങ്കിലും ഒരാൾ പോകുന്നത് 9/b² 9/b² പോയാൽ എന്ത് വരും? 0 ആവും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇക്വേഷൻ നമ്പർ 3യിൽ നിന്നും ഇക്വേഷൻ നമ്പർ എന്ത് മൈനസ് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 2 മൈനസ് ചെയ്യുക. 2 അല്ല, സോറി, 1 മൈനസ് ചെയ്യുക. 2ഉം 3 ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ഇക്വേഷൻ നമ്പർ 3ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 9/b² 9/b² പോയാൽ 0. ഇനി ഇത് തമ്മിൽ കുറയ്ക്കണം. 324 324/a² നിന്ന് 4/a² കുറയ്ക്കുക ഈക്വൽ ടു 9ൽ നിന്ന് 1 കുറയ്ക്കുക. ഓരോ കറക്റ്റ് കമ്പോണൻ്റ് തമ്മിൽ കുറയ്ക്കുക. ഇതിൽ നിന്ന് ഇത് കുറച്ചപ്പോൾ 0. അതുകൊണ്ട് അത് എഴുതാനത് 324 324/a² നിന്ന് 4a² കുറച്ചാൽ അത് എഴുതി. ആ സ്റ്റെപ്പ് എഴുതി. അടുത്തത് റൈറ്റ് സൈഡിൽ 9 - 1 3 കംപ്ലീറ്റ്ലി 1 കൊണ്ട് മൈനസ് ചെയ്യുക. 3ൽ നിന്ന് 1 അങ്ങ് മൈനസ് ചെയ്യുക. അതാണ് ആദ്യം കുറയ്ക്കുമ്പോൾ 0, ഇവരെ തമ്മിൽ കുറയ്ക്കുമ്പോൾ 324/a² മൈനസ് 4/a² കുറയ്ക്കുമ്പോൾ എത്ര വരും? 320/a² ഈക്വൽ ടു 9ൽ നിന്ന് 1 പോയാൽ 8. ഇവിടുന്ന് a² കണ്ടുവിടണം. a² കാണാൻ a²നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, 8നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുക. അപ്പോൾ a² ഈക്വൽ ടു 8 ഇപ്പുറത്ത് വന്നാൽ 320/8 8 വരും. അപ്പോൾ എങ്ങനെ വരും ഇവിടെ? a² ഈക്വൽ ടു 8 × 1 8 × 4 അല്ലേ 32 40 എന്ന് വരും. a² 40. a² മതി നമുക്ക്. a². a²ൻ്റെ വാല്യൂ എടുത്ത് ഇക്വേഷൻ നമ്പർ 1ലോ 2ലോ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അവിടുന്ന് b² കിട്ടും. അപ്പോൾ a²ൻ്റെ വാല്യൂ എടുത്ത് പുട്ട് a² ഈസ് ഈക്വൽ ടു 40 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ നമ്പർ 1ലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാം. a²ൻ്റെ വാല്യൂ എടുത്ത് ഇക്വേഷൻ നമ്പർ 1ൽ ഇടാൻ പോവാം. അപ്പോൾ എന്ത് വരും? ഇവിടെ ഇട്ട് കൊടുത്താൽ 9/b² പ്ലസ് 4/a² എത്രയാണ്? a² 40 ഈക്വൽ ടു 1. ഇവിടെ വെട്ടാം. 4 × 1 4 4 × 10 40. അപ്പം 9/b² ഈക്വൽ ടു, ഓക്കെ, ഈ 1/10 അപ്പുറത്ത് പോയാൽ 1 ഓൾറെഡി അവിടെ ഉണ്ട്. 1/10 ഇവിടെ പ്ലസ് ആണ്, അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 1/10. 9/b² ഈക്വൽ ടു ഇതിനെ ക്രോസ് ചെയ്യുമ്പം 1 × 10 10 മൈനസ് ക്രോസ് ചെയ്യാൻ 1/1 എന്നാക്കാം എളുപ്പത്തിന്. 1 × 10 10 മൈനസ് 1 × 1 1 10 മൈനസ് 1 9/1 × 10 10. ഓക്കെ, അപ്പുറത്ത് ഇപ്പുറത്ത് 9 ഉണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞ്. അപ്പം b² എന്തെന്ന് കിട്ടി? 1/b² ഈക്വൽ ടു 1/10. അതിൻ്റെ അർത്ഥം b² എത്രയാണെന്നാണ്? 10 ആണെന്ന്. ന്യൂമറേറ്റർ സെയിം ആണ്. 1 എന്നും 1 എന്നും വന്നാൽ ഡിനോമിനേറ്ററും സെയിം ആയിരിക്കും. b² 10 ആണ്. ഇക്വേഷൻ ഏതാണ്? ഇക്വേഷൻ ഓഫ് എലിപ്സ്. ഏതാ എലിപ്സിൻ്റെ ഇക്വേഷൻ? നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്. ഇതാണ് എലിപ്സിൻ്റെ ഇക്വേഷൻ. x²/b² x²/b² പ്ലസ് y²/a² ഈക്വൽ ടു 1 എന്ന്. അപ്പോൾ എങ്ങനെ മാറും? x²/b² എത്ര? 10 പ്ലസ് y²/a² എത്രടാ? a² നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 40 ഈക്വൽ ടു 1. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ചെയ്തതൊന്ന് ശ്രദ്ധിക്കുക. 2 പോയിൻറ്റും ഇതിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമുക്ക് എക്സിനും വൈക്കും പകരം ആ വാല്യൂ ഇട്ട് കൊടുത്ത് ഇക്വേഷനാക്കി ആ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ലെവലാക്കി കുറയ്ക്കാനുള്ള രീതിയിലോട്ട് മാറ്റി ചെയ്യാനുള്ള രീതിയിലോട്ട് മാറ്റി കൊണ്ടുവന്ന് അവിടുന്ന് a² കണ്ട് a²ൻ്റെ വില എടുത്ത് ഇക്വേഷൻ നമ്പർ 1ലിട്ട് b² കണ്ട് അവിടുന്ന് നമ്മൾ എലിപ്സിൻ്റെ എന്തെഴുതി? ഇക്വേഷൻ എഴുതി. എപ്പോഴും ആലോചിക്കുക, ഇക്വേഷൻ എഴുതാൻ a² b² മതി. a² b² ഇല്ലെങ്കിൽ അത് കിട്ടുന്ന രീതിയിൽ എങ്ങനെയാലും ഒക്കെ എന്ത് ചെയ്യുക ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ 4ാമത്തെ കോണിക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് കോണിക്കാണ് ഹൈപ്പർബോള. ഹൈപ്പർബോളക്കകത്ത് പഠിച്ചിരിക്കേണ്ടത് കുറേയൊക്കെ ആ ടേബിൾ കറക്റ്റ് നമ്മുടെ ഏതുപോലെ തന്നെയാണ്. ടേബിൾ സത്യം പറഞ്ഞാൽ എലിപ്സിൻ്റെ ടേബിൾ പോലെ തന്നെയൊക്കെയാണ് ഏകദേശം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ മാത്രമേ മാറുന്നുള്ളൂ. ഫോക്കസ് അവിടുത്തെ പോലെ തന്നെയാണ്. വെർട്ടെക്സ് എലിപ്സിലെ പോലെ തന്നെയാണ്. എക്സെൻട്രിസിറ്റി c/a ആണ്. ലാറ്റസ് റെക്റ്റം 2b²/a ആണ്. അതൊക്കെ സെയിം ആണ്. കുറച്ച് ശ്രദ്ധിച്ചാൽ മതി എവിടെയൊക്കെ വരുന്നത്. ഫോക്കസ് വരുന്നതാണ് ഇവിടെ. ഈ ഒരു ഫിഗറിനെയാണ് നമ്മൾ ഹൈപ്പർബോള എന്ന് പറയുന്നത്. ഫോക്കസ് f1, ഇവിടുത്തെ ഫോക്കസ് f2, ഫോക്കൈ 2 ഉള്ളതുകൊണ്ട് ഫോക്കൈ. ഇത് വെർട്ടെക്സ് v1 വെർട്ടെക്സ് v2 2 ഉള്ളതുകൊണ്ട് വെർട്ടീസസ്. ഓക്കെ, വെർട്ടീസസ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അവിടെ എലിപ്സ് നിൽക്കുന്ന മെയിൻ ആക്സിസ് വലിയ ലെങ്ത് നോക്കി നമ്മൾ മേജർ എന്ന് വിളിച്ചെങ്കിൽ ഇവിടെ എലിപ്സ് എവിടെയാണോ നിൽക്കുന്നത് ആ ആക്സിനെ വിളിക്കുന്നതാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. ട്രാൻസ്വേഴ്സ് ആക്സിസ് അതിൻ്റെ ലെങ്ത് 2a ആണ്. നമ്മുടെ മേജർ ആക്സിസ് പോലെ തന്നെ ഇവിടുത്തെ ആളാണ് ആര്? ട്രാൻസ്വേഴ്സ്. മറ്റേ ആളാണ് കോഞ്ചുഗേറ്റ് ആക്സിസ്. കോഞ്ചുഗേറ്റ് ആക്സിസ്
കോഞ്ചുഗേറ്റ് ആക്സിസ് അവിടുത്തെ മൈനറിന് തുല്യമാണ് 2b. അപ്പം ട്രാൻസ്വേഴ്സ് കോഞ്ചുഗേറ്റ്. ഇതുപോലെ സെക്കൻഡ് ടൈപ്പ് ഒരെണ്ണമുണ്ട്. ഏതൊക്കെയാണ്? ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടും താഴോട്ടും നിൽക്കുന്നത്. അവിടെ വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ട്രാൻസ്വേഴ്സ്. ഇയാൾ അവിടുത്തെ എക്സ് ആണ് കോഞ്ചുഗേറ്റ്. ഇപ്പോൾ ഇവിടുത്തെ എക്സ് ആക്സ് ആണ് ട്രാൻസ്വേഴ്സ് ആക്സ്, വൈ ആക്സ് കോഞ്ചുഗേറ്റ്. ഇവിടെ വരുമ്പം എന്താണ്? നമ്മുടെ വൈ ആക്സിസ് ആണ് ട്രാൻസ്വേഴ്സ്, വൈ ആണ് ട്രാൻസ്വേഴ്സ്, എക്സ് എന്തായിട്ട് വരും? എക്സ് കോഞ്ചുഗേറ്റ് ആയിട്ടും വരും. ഇത് സെക്കൻഡ് ടൈപ്പാണ്. അത് നമ്മൾ ആ ബോക്സ് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ കത്തും. സ്റ്റാൻഡേർഡ് ഇക്വേഷനൊക്കെ എഴുതുമ്പോൾ അതുകൂടെ എഴുതി വരുമ്പോൾ നമുക്ക് ആ കൂട്ടത്തിൽ പറയാം. ഇനി മെയിനായിട്ടും പറയേണ്ടത് ലാറ്റസ് റെക്ടത്തിൻ്റെ ലെങ്ത്. ലാറ്റസ് റെക്ടം പഴയത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എയും ബിയും സിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. എയും ബിയും സിയും തമ്മിലുള്ള റിലേഷൻ, ഇവിടുത്തെ റിലേഷൻ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന എലിപ്സിൽ നമ്മൾ പഠിച്ചത് എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന. ഇവിടെ നമ്മൾ പഠിക്കുന്നത് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സിമ്പിളാണ്. ലെറ്ററിൻ്റെ ഓർഡർ ഓർത്തിരിക്കുക. എ ബി സി എന്നല്ലേ ലെറ്ററിൻ്റെ ഓർഡർ. അപ്പോൾ ആദ്യത്തെ എലിപ്സ് ആദ്യത്തെ ആളല്ലേ, അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇനി അടുത്തത് പഠിക്കുമ്പോൾ പുറകിൽ നിന്ന് ഇങ്ങോട്ട് പഠിക്കുക. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വായിക്കുക, എ സ്ക്വയർ ഈക്വൽ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. മറ്റേത് ഇപ്പുറത്തുനിന്ന് വായിക്കുക, ലാസ്റ്റ് ലെറ്റർ സി അല്ലേ, സി സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങനെ ഓർഡർ ഓർത്തിരുന്നാൽ മതി. ഇതാണ് ഇവിടുത്തെ റിലേഷൻ എയും ബിയും സിയും തമ്മിലുള്ള. പിന്നെ വ്യത്യസ്തമായിട്ട് പഠിക്കേണ്ടതാണടാ, അവിടെ നമ്മൾ പഠിച്ചായിരുന്നു എലിപ്സിൽ പഠിച്ച എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ. എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ എന്നാണ് പഠിച്ചത്. എലിപ്സിൽ നമ്മൾ പഠിച്ചൊരു കണ്ടീഷനാണ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ. ഇവിടെ അങ്ങനൊന്നുമില്ല. ഇവിടെ ആരും എന്തായിട്ട് വരും, അത് എലിപ്സിൻ്റെ ആണ്. ഹൈപ്പർബോളയിൽ അങ്ങനൊന്നുമില്ല, ആരും വലുതാകാം. ഓക്കെ, ആരും വലുതാകാം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഫസ്റ്റ് ടൈപ്പും സെക്കൻഡ് ടൈപ്പും എങ്ങനെ മനസ്സിലാവും? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുമ്പം മനസ്സിലാവും. ഫസ്റ്റ് ടൈപ്പും സെക്കൻഡ് ടൈപ്പും സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കാണുമ്പോഴേ പെട്ടെന്ന് കത്തും. ഓക്കെ, ഇവിടെ എ സ്ക്വയർ ബി സ്ക്വയർ ഇന്ന ഒരാൾ വലുത് ഒരാൾ ചെറുത് അങ്ങനെയൊന്നുമില്ല. ഇവിടെ ചിലപ്പോൾ എ സ്ക്വയർ വലുതാകാം, ചില ക്വസ്റ്റ്യന് ബി സ്ക്വയർ വലുതാകാം. ഓക്കെ, അപ്പം ട്രാൻസ്വേഴ്സ് കോഞ്ചുഗേറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ എക്സ്ട്രാ ഒന്ന് ഓർത്തിരിക്കും. ഇക്വേഷൻ നോക്കാം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ബാക്കിയെല്ലാം ഫോക്കസും വെർട്ടീസസും എക്സെൻട്രിസിറ്റിയും ലാറ്റസ് റെക്ടവും എല്ലാം എലിപ്സിലെ പോലെ തന്നെയാണ്. ആകെ ഒരു മാറ്റമായിട്ട് പഠിക്കേണ്ടത് ഏതാണ്? ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, നേരത്തെ പ്ലസ് ആയിരുന്നു, ഇപ്പം മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അടുത്തത് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ. എയും ബിയും കഴിഞ്ഞ നമ്മുടെ എലിപ്സിലാണെങ്കിൽ നടുക്ക് പ്ലസ് ആയിരുന്നു, എയും ബിയും ആണ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറുന്നത്. ഇവിടെ അങ്ങനെയല്ല, എയും ബിയും എ സ്ക്വയറും ബി സ്ക്വയറും ഫിക്സഡ് ആണ്. എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ഇടയ്ക്കത് സൈൻ നെഗറ്റീവ് ആണ്. അപ്പോൾ ചിലർ പറയും എലിപ്സിൻ്റെയും ഹൈപ്പർബോളയും ക്വസ്റ്റ്യൻ തമ്മിൽ തിരിഞ്ഞു പോകത്തില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ തിരിയേണ്ട ഒരു കാര്യമില്ല, തെറ്റിപ്പോകത്തുമില്ല. കാരണം മൈനസ് വരുന്ന ക്വസ്റ്റ്യൻ ആകുമ്പോൾ തന്നെ മനസ്സിലാവും ഹൈപ്പർബോളയുടെ ആണെന്ന്. പ്ലസ് വരുന്നത് എലിപ്സ്, ഇടയ്ക്ക് മൈനസ് വരുന്നത് ഹൈപ്പർബോള. ഓക്കെ, ഇനി വേറൊരു കാര്യം, ഏത് ടൈപ്പാണെന്ന് എലിപ്സിനെക്കാട്ടി കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഏത് ടൈപ്പാണെന്ന് മനസ്സിലാകുന്നത് ഹൈപ്പർബോളയാണ്. ആദ്യം വൈ ഉണ്ടെങ്കിൽ അത് സെക്കൻഡ് ടൈപ്പ്, ആദ്യം എക്സ് ആണെങ്കിൽ ഫസ്റ്റ് ടൈപ്പ്. ഇതാണ് ഇക്വേഷൻ. നല്ലോണം ഒന്ന് എന്ത് ചെയ്യുക, നോക്കി വെക്കുക, ഒന്ന് വരച്ച്. പരാബോളയിൽ എലിപ്സിലൊക്കെ ചോദിച്ച പോലെ തന്നെ ഒന്നാമത്തെ ടൈപ്പ് ചോദ്യം എന്താണ്? ഫോക്കസ് കാണുക, വെർട്ടീസ് കാണുക, എക്സെൻട്രിസിറ്റി കാണുക, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കാണുക, ഇത്രയും കാണുക. ഏത് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഈ തന്നിരിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കുക. ഓക്കെ, കോഞ്ചുഗേറ്റും ട്രാൻസ്വേഴ്സും എഴുതിയിട്ടില്ല, അതും ചിലപ്പോൾ വേണം എക്സാമിന് ചോദിക്കാം. കോഞ്ചുഗേറ്റ് ട്രാൻസ്വേഴ്സ് 2A, കോഞ്ചുഗേറ്റ് 2B. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൽ ഒരെണ്ണം ചെയ്യിപ്പിക്കാം. ഇത് നിങ്ങൾക്ക് അറിയാം. ഇതെന്ത് ചെയ്താൽ മതി? 576 ആണ്. റൈറ്റ് സൈഡിൽ 1 ആക്കാൻ വേണ്ടി 576 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതേ 576 കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അത് കിട്ടും. ഓക്കെ, ഇത് എക്സ് സ്ക്വയർ ബൈ 16 മൈനസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. ഫസ്റ്റ് ടൈപ്പാണ്. എക്സ് സ്ക്വയർ ആദ്യം വന്നാൽ ഫസ്റ്റ് ടൈപ്പാണെന്ന് അറിയാം. എക്സ് സ്ക്വയർ ബൈ 4 സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ 3 സ്ക്വയർ ഈക്വൽ ടു 1. ഓക്കെ, അവിടുന്ന് ശ്രദ്ധിക്കേണ്ടത് എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ എപ്പോഴും ആദ്യം വരുന്നത് എയും രണ്ടാമത് വരുന്നത് ബിയും ആയിരിക്കും. അപ്പം എ സ്ക്വയറും ബി സ്ക്വയറുമാണ്. എയുടെ വാല്യൂ 4, ബിയുടെ വാല്യൂ 3. ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ഇവിടെ പ്രത്യേകത, ചിലപ്പോൾ എ വലുതാകാൻ, ചിലപ്പോൾ ബി ആയിരിക്കും വലുത്. അത് കണക്ക് ഒരേ പ്രോബ്ലം പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ എ 4 ബി 3. സി കാണണം. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന റിലേഷൻ ഇല്ലേ? സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആരാ? 16 പ്ലസ് 9. 16 പ്ലസ് 9 എത്ര? സി സ്ക്വയർ 25. ഇപ്പോൾ സി എത്രയാണ്? സി റൂട്ട് 25. സിയുടെ വാല്യൂ 5 ആണ്. സിയുടെ വാല്യൂ 5. ഫോക്കൈ എങ്ങനെ എഴുതുന്ന? ഫോക്കയുടെ കോർഡിനേറ്റ് ഏതാ? ഫോക്കയുടെ കോർഡിനേറ്റ് ഫസ്റ്റ് ടൈപ്പ് ആയതുകൊണ്ട് +or - c, 0 അല്ലെങ്കിൽ
പ്ലസ് ഓർ മൈനസ് 5,0. അടുത്തത് വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് A0 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് A എത്ര 4 പ്ലസ് ഓർ മൈനസ് 40. ഓക്കെ, അടുത്ത ഏതാടാ വെർട്ടീസസ് ആയി. ഇനി എക്സെൻട്രിസിറ്റി E is equal to C/A ആണ്. C/A എത്ര C5, A എത്രയാടാ 4 ആണ്. അപ്പോൾ 5/4 ഇതാണ് എക്സെൻട്രിസിറ്റി. ലാസ്റ്റ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2B²/A 2 into B² എത്ര B3 ആണ്. അപ്പം 3² 9 2 into 9 by A ആരാടാ A4 അല്ലേ A4 2 4 2 into 1 2 into 2 ഉത്തരം 9/2 ആണ് ആൻസർ 9/2. ഇവിടെ 576 കൊണ്ട് മൊത്തത്തിൽ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 576 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16/576 അത് കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ 576/16 അടിച്ചിട്ട് ആ ആൻസർ വേണം താഴെ എഴുതാൻ കട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മൾ ആദ്യം ഏതിലാണ് എലിപ്സിൽ ചെയ്യിപ്പിച്ച അതേ ടൈപ്പാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് 576 കൊണ്ട് ഫുള്ള് കട്ട് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ആൻസർ ഒരു ക്വസ്റ്റ്യൻ കട്ട് ചെയ്ത് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഒരെണ്ണം ചെയ്യാം 576 വരെ ഒരെണ്ണം ചെയ്യാൻ പറഞ്ഞില്ല, അതേപോലത്തെ ഒരു ടൈപ്പാണ്. നോക്കുക 36 വന്നുകൊണ്ട് മൊത്തവും 36 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. 9y² മൈനസ് 4x²/36 ഈക്വൽ ടു 36/36. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ 9 into 1 9 into 4 അല്ലടാ 36. അപ്പോൾ y²/4 മൈനസ് 4 into 1 4 into 9 ആണ് 36. x²/9 ഈക്വൽ ടു ഇത് കട്ട് ചെയ്യുമ്പോൾ ഉത്തരം 1 ആണ്. അപ്പോൾ y²/4 ഏതാ 2² മൈനസ് x²/3² ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ y²/A² മൈനസ് x²/B² ഈക്വൽ ടു 1. ഇപ്പോൾ ഇവിടുത്തെ A എത്രയാണ് എയുടെ വാല്യൂ 2 ആണ്, ബിയുടെ വാല്യൂ 3 ആണ്. എയും ബിയും ആയി. ഓക്കെ, എയും ബിയും ആണെങ്കിൽ നമുക്ക് സിയും കൂടെ കിട്ടിയാൽ മതി. C² ഈക്വൽ ടു A² പ്ലസ് B². അപ്പം ഈക്വൽ ടു A², A2 ആണ് 2², 4 പ്ലസ് B3 ആണ് 3² 9 പ്ലസ് 4 13. C² 13 ആണ്, C√13 അല്ലേ. അപ്പോൾ 4k ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 0, സെക്കൻഡ് ടൈപ്പ് അല്ലേടാ, ആദ്യം y അല്ലേ y²/A². സെക്കൻഡ് ടൈപ്പാണ് 0, പ്ലസ് ഓർ മൈനസ് C. 0, പ്ലസ് ഓർ മൈനസ് √13. അടുത്ത വെർട്ടീസസ് 0, പ്ലസ് ഓർ മൈനസ് A എന്ന് പറഞ്ഞാൽ 0, പ്ലസ് ഓർ മൈനസ് എയുടെ വില എത്ര 2 ആണ് 2. ഇനി ലെങ്ത് ഓഫ് ദി എന്താണ് എക്സെൻട്രിസിറ്റിയും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റവും കൂടെ ഉണ്ട്, അതുകൂടെ വേണമെങ്കിൽ പറഞ്ഞേക്കാം. എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു C/A. C എത്രയാടാ C ഇവിടെ √13/A2 ആണ്, √13/2. ഓക്കെ, അടുത്തത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് എന്താണ് 2B²/A എന്ന 2 into B3 ആണ്, അതുകൊണ്ട് B² 9/A എത്രയാണ് A2 ആണ്. കട്ട് ചെയ്യുമ്പോൾ 9. ഓക്കെ, ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് 9. അപ്പം ഇതൊന്ന് പ്രത്യേകമായിട്ട് ചെയ്ത് പഠിക്കും. എപ്പോഴും പറയാറുള്ള എല്ലാത്തിലും വരാറുള്ള പരാബോളയിലും എലിപ്സിലും ഉള്ള പോലെ ഹൈപ്പർബോളയിലും ഒരു രണ്ടാമത്തെ സെക്ഷൻ എന്താണ് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള സാറ്റിസ്ഫൈയിങ് ദ ഗിവൺ കണ്ടീഷൻസ്. തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് അത് ഏത് ഹൈപ്പർബോള ആണെന്ന് വെച്ചാൽ അതിൻ്റെ ഇക്വേഷൻ എടുത്താണെന്ന്. അവിടെ ഇത് കാണുമ്പോൾ തന്നെ എക്സിലെ പോയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഹൈപ്പർബോള ആണെന്ന് പറയാം. x²/A² മൈനസ് y²/B² ഈക്വൽ ടു 1 ഫസ്റ്റ് ടൈപ്പാണ്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് വെർട്ടീസസ് A,0 എന്നല്ലേ, എയുടെ സ്ഥാനത്ത് എത്ര വന്നേക്കുന്നത് 2. അടുത്തത് ഫോക്കൈ C,0 എന്നല്ലേടാ പ്ലസ് ഓർ മൈനസ് C. അപ്പോൾ സിയുടെ സ്ഥാനത്ത് 3. A2 ആണെങ്കിൽ A² എത്ര 4 അല്ലേ. അപ്പോൾ ഇവിടുന്ന് എയും സിയും ഉണ്ടെങ്കിൽ ബി എങ്ങനെ കാണും, കാരണം ബി ഇല്ലാതെ ഇക്വേഷൻ എഴുതാൻ പറ്റത്തില്ല. C² ഈക്വൽ ടു A² പ്ലസ് B² എന്ന റിലേഷൻ. അവിടെ നമുക്ക് എന്ത് കാണാം B² ഈക്വൽ ടു B² കാണാൻ A²നെ ഇപ്പുറത്ത് കൊണ്ടുപോയാൽ C² മൈനസ് A². C² എത്ര 3 ആണ്, 3² 9 മൈനസ് A2 ആണ് 2² 4. 9 into 4 പോയാൽ 5. B² 5. B² മതി നമുക്ക്. A ഉണ്ട്, അവിടെ നിന്ന് A² എഴുതാം. ഇക്വേഷൻ ഏതാ ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഏതാ മക്കളെ x²/A² ഫസ്റ്റ് ടൈപ്പാണ് മൈനസ് y²/B² ഈക്വൽ ടു 1.
എക്സ് സ്ക്വയർ ബൈ എ ആരാടാ എ എത്രയാണ് 2 ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 മൈനസ് വൈ സ്ക്വയർ ബൈ ബി എത്രയാടാ 5 ബി സ്ക്വയർ 5 ആണ്. 5 ഈക്വൽ ടു 1 എക്സ് സ്ക്വയർ ബൈ 4 മൈനസ് വൈ സ്ക്വയർ ബൈ 5 ഈക്വൽ ടു 1. ഇതാണ് ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹൈപ്പർബോള. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. മക്കളടാ അടുത്ത 2 കണ്ടീഷൻ എന്നുള്ളത് ഫോക്കൈ 0,±13. ഫോക്കൈയുടെ പോയിന്റ് വൈയിലാണ്. അപ്പോൾ ഏത് ടൈപ്പാണ് സെക്കൻഡ് ടൈപ്പാണ്. വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. സെക്കൻഡ് ടൈപ്പാണ്. സിമ്പിളായിട്ട് മനസ്സിലാവും. ഇനി അപ്പം ഫോക്കൈ നമുക്ക് എഴുതാം. ഫോക്കൈയുടെ കോർഡിനേറ്റ് 0,±c എന്നല്ലേ. സിക്ക് പകരമാണ് 13 വന്നിരിക്കുന്നത്. C 13 ആണ്. അടുത്തത് ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സിസ്. കോഞ്ചുഗേറ്റ് ആക്സിൻ്റെ ലെങ്ത് 24 ആണ്. ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സ് 24 ആണെന്ന് പറഞ്ഞാൽ 2b 24 ആണെന്നല്ലാണ് അർത്ഥം. കാരണം കോഞ്ചുഗേറ്റ് ആക്സിൻ്റെ ലെങ്ത് 2b ആണ്. അപ്പം ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സ് 2b ആണെന്ന് പറഞ്ഞാൽ 24 ആണെന്ന് പറഞ്ഞാൽ 2b 24 ആണെന്ന് അർത്ഥം. 2b 24 ആണെങ്കിൽ b എത്രയാണ്? b 24/2. b അപ്പോൾ എത്ര? 24/2 എത്ര വരും? 12 എന്ന് വരും. 12 കട്ട് ചെയ്യുമ്പം എടാ c ആയി b ആയി. a എങ്ങനെയാണ്? നിങ്ങളിങ്ങനെ റൗണ്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ, ചെയ്തങ്ങ് വിട്ടാൽ മതി. b 12 ആണ്. അപ്പം a കാണുന്നത് എങ്ങനെയാണ്? c സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇതാണ് റിലേഷൻ. ഇവിടുന്ന് എങ്ങനെ എഴുതാം? a സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ കാണാൻ b സ്ക്വയറിനെ അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പം c സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് വരും. c എത്ര? 13 സ്ക്വയർ 169 മൈനസ് b എത്രയാണ്? 12 ആണ്. 12 സ്ക്വയർ 144. 169 144 പോയാൽ a സ്ക്വയർ 25 എന്ന് കിട്ടും. a സ്ക്വയർ 25. ഓക്കെ, a സ്ക്വയർ 25 എന്ന് കിട്ടി. നമ്മുടെ ഇക്വേഷൻ ഏതാ? ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഏതാണ്? y സ്ക്വയർ ബൈ എ സ്ക്വയർ സെക്കൻഡ് ടൈപ്പ് അല്ലേ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. y സ്ക്വയർ ബൈ എ സ്ക്വയർ ആരാടാ? എ എത്രയാണ്? എ സ്ക്വയർ 25 ആണ്. മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ എത്ര? ബി 12 ആണ്. അപ്പോൾ ബി സ്ക്വയർ 144 ഈക്വൽ ടു 1. ഇതാണ് എൻ്റെ ആൻസർ. ഹൈപ്പർബോളയുടെ അവസാനത്തെ ചോദ്യം. ഓക്കെ, ഇക്വേഷൻ എഴുതാനാണ്. ഫോക്കസ് +or-40. അപ്പോൾ ഫോക്കസ് എക്സിലാകുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അങ്ങനെ തന്നെ ആദ്യം അങ്ങ് മനസ്സിലാക്കണം. ഫസ്റ്റ് ടൈപ്പാണ് ഫോക്കസ് +or-40. അപ്പം സി എത്രയാണെന്ന് മനസ്സിലായി. സിയുടെ വാല്യൂ 4 ആണ്. ഓക്കെ, അടുത്ത ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 12 ആണെന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ 2b²/a ആണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 12 ആണെന്ന് പറഞ്ഞാൽ 2b²/a 12 ആണെന്ന് അർത്ഥം. ഓക്കെ, ഇവിടുന്ന് എഴുതുക 2b² ഈക്വൽ ടു a ഇങ്ങോട്ട് വന്നാൽ 12a. b² ഈസ് ഈക്വൽ ടു 12a. ഈ ഇൻറ്റു 2 അപ്പുറത്ത് വരുമ്പോൾ /2 കട്ട് ചെയ്യുമ്പം b² ഈക്വൽ ടു 6a എന്ന് വരും. b² 6a. c 4 ആണ്. b² 6a ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? ഇവിടെ ഇക്വേഷൻ എഴുതണമെങ്കിൽ ഇനി നമുക്ക് ബി എഴുതാം. a ആയി, c ആയി, b ആയി. ഇനി a നോക്കാം. എന്തോ റിലേഷൻ? നമ്മുടെ റിലേഷൻ c² ഈസ് ഈക്വൽ ടു a² പ്ലസ് b². ഇതല്ലേ റിലേഷൻ? ഇവിടെ നമ്മുടെ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുക. c എത്രയാണ്? 4 ആണ്. അപ്പോൾ 4² 16 ആണ്. 4² 16 ഈസ് ഈക്വൽ ടു a². a²ൻ്റെ വാല്യൂ അറിയത്തില്ല. a² പ്ലസ് b²ൻ്റെ വാല്യൂ അറിയാം 6a. തിരിച്ചിട്ടൊന്ന് എഴുതുകയാണ്. a² പ്ലസ് 6a ഈക്വൽ ടു 16. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ആണ്. സെക്കൻഡ് ഡിഗ്രിയിൽ ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്ത് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ 16 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ സം ആൻഡ് പ്രൊഡക്റ്റ് ഒരു മെത്തേഡിലോ ക്വാഡ്രാറ്റിക് മെത്തേഡിലോ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ ചെയ്താൽ മതി. a² പ്ലസ് 6a. സെക്കൻഡ് പവർ ഉണ്ട്, ഫസ്റ്റ് പവർ ഉണ്ട്. കോൺസ്റ്റൻ്റ് ഇല്ല. എങ്ങനെ വരുത്തും? എയുടെ കൂടെ നിൽക്കുന്ന ആൾ, ഫസ്റ്റ് വേരിയബിളിൻ്റെ കൂടെ നിൽക്കുന്ന ആളിൻ്റെ പകുതി എടുക്കുക, പകുതിയുടെ സ്ക്വയർ എടുക്കുക. ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യുക. എയുടെ കൂടെ 6 ആണ്. 6ൻ്റെ പകുതി 3. 3യുടെ സ്ക്വയർ 9. 9 ലെഫ്റ്റിൽ ആഡ് ചെയ്തു. 16 പ്ലസ് 9 റൈറ്റിലും ആഡ് ചെയ്തു. a² പ്ലസ് 6a പ്ലസ് 9നെ മാറ്റി 3² എന്നാക്കുകയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 16ഉം 9 കൂട്ടിയാൽ 25. ഓക്കെ, ഇതിനെ ഷോർട്ട് ആക്കുന്നതാണ്. a² പ്ലസ് 2ab പ്ലസ് b². ആ ഫോമില ചെറുതാക്കുന്ന a²നെ 3² 3 a പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ആണിത്. ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ 5² അല്ലേ? 5ൻ്റെ മാത്രമല്ല 25 +or-5 ആണ് കേട്ടോ. നമുക്ക് എഴുതാം. സ്ക്വയറും കട്ടായി. a പ്ലസ് 3 ഈസ് ഈക്വൽ ടു +or-5. അപ്പോൾ ഏതൊക്കെ ആൻസർ ആയിട്ട് വരുന്നത്? ഒന്ന്, a പ്ലസ് 3 ഈസ് ഈക്വൽ ടു +5 ഓർ
എ പ്ലസ് 3 ഈസ് ഈക്വൽ ടു -5. അപ്പോൾ എയുടെ വാല്യൂ 5, 3 ഇപ്പുറത്ത് വന്നാൽ 5 - 3, എയുടെ വാല്യൂ 2 ആണ്. അടുത്തത് എ ഈസ് ഈക്വൽ ടു -5, 3 ഇപ്പുറത്ത് വന്നാൽ -3, എ ഈസ് ഈക്വൽ ടു -8. 2ഉം -8ഉം നമ്മൾ ഏതാ ഉത്തരമായിട്ട് എടുക്കുന്നത്? 2 ആൻസർ ആയിട്ട് എടുത്താൽ മതി, 2 എടുത്താൽ മതി. അപ്പം A2 ആണ് നമ്മൾ സെലക്ട് ചെയ്ത്. ഇനി ബി സ്ക്വയർ വേണം. ബി സ്ക്വയർ 6 × A ആണ്. ബി സ്ക്വയർ 6 × A ആണ് എന്ന് പറയുമ്പോൾ 6 × 2 നമ്മൾ സെലക്ട് ചെയ്ത എ. അപ്പോൾ ബി സ്ക്വയർ 12 ആണ്. ബി സ്ക്വയർ 12 ആണ്. A2 ആയതുകൊണ്ട് എ സ്ക്വയർ എന്ത് വരും ഇവിടെ? എ സ്ക്വയർ 4 വരും. ഫസ്റ്റ് ടൈപ്പ് ഹൈപ്പർബോള ആൻഡ് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഏതാ? x²/a² മൈനസ് y²/b² = 1. x² a എത്ര? A2 ആണ്, 2² 4 മൈനസ് y²/b എത്ര? b² 12 ആണ്, അതുകൊണ്ട് b² സ്ഥാനത്ത് 12 = 1. x²/4 മൈനസ് y²/12 = 1. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ രണ്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് പാർട്ടിട്ട വീഡിയോയും സെക്കൻഡ് പാർട്ടിട്ട വീഡിയോയും ഈ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 മാർക്ക് നിങ്ങളുടെ മെയിൻ എക്സാമിന് ഉറപ്പാണ്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയി അല്ലെങ്കിൽ അടുത്തൊരു ചാപ്റ്ററുമായി നിങ്ങളിലേക്ക് എത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.